ഇന്നലെ വൈകിട്ട് ഫോറം മാളിൽ രാത്രി 10 മണിക്ക് ഞാൻ രണ്ടാമത് കണ്ട പടമാണ് ക്രൈം 101. തോർ, ഹൾക്ക്, സ്റ്റോം, ഹൾക്കിന്റെ അച്ഛൻ ഇവരെല്ലാരും കൂടി വേറൊരു ക്രൈം യൂണിവേഴ്സിൽ. ബാർട്ട് ലെയ്റ്റൺ ആണ് ഇതിന്റെ ഡയറക്ടർ. ക്രിസ് ഹെംസ്വർത്ത്, മാർക്ക് റഫല്ലോ, ഹാലി ബെറി, ബെറി കിയോഗൻ, അങ്ങനെ മൊത്തം മാർവൽ സ്റ്റാർസ് ആണ് നിരന്ന ഈ ഇംഗ്ലീഷ് ഹൈസ്റ്റ് ക്രൈം ഡ്രാമ സിനിമയെ കുറിച്ചാണ് ഇന്ന്. ജീവിതത്തിന്റെ പല തുറയിലെ പലതരം ജോലികൾ ചെയ്യുന്ന കുറെ ക്യാരക്ടേഴ്സ് അവർ ഒരു ഹൈസ്റ്റിൽ എങ്ങനെ കണക്റ്റഡ് ആകുന്നു എന്നുള്ളതാണ് ക്രൈം 101 എന്ന പടം പറയുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഡീസന്റ് ക്രൈം ഡ്രാമയാണെന്ന് പറയാം. പക്ഷെ ഇതൊരു ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ആക്ഷൻ പാക്ഡ് ഹൈസ്റ്റ് ത്രില്ലർ എന്ന രീതിയിൽ നിങ്ങൾ പോയി കാണരുത്. ഇതൊരു സ്ലോ പേസ്ഡ് ക്രൈം ഡ്രാമയാണ്. അത്ര വലിയ സംഭവമൊന്നുമില്ല, അങ്ങനെ വലിയ ട്വിസ്റ്റ് ആൻഡ് ടേൺസോ സസ്പെൻസോ അങ്ങനെയൊന്നുമില്ല. ആകെ നല്ല ഫാസ്റ്റ് അല്ലെങ്കിൽ ത്രില്ലിംഗ് ആയിട്ടുള്ള രംഗങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ചേസിംഗ് സീൻസ് ഉണ്ടായിരുന്നു. അതുപോലെ ക്ലൈമാക്സിൽ കുറച്ച് ഭാഗങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കര രക്തച്ചൊരിച്ചിലോ വയലൻസോ ഒഡാർ ആക്ഷൻ സീൻസോ അങ്ങനെയൊന്നും ഇല്ല. ഇത് കുറച്ച് ക്യാരക്ടർ ഡ്രിവൺ ആണ് എന്ന് പറയാം. ഇതിൽ ഒരു നല്ലവനായിട്ടുള്ള ഒരു കള്ളനുണ്ട്, അയാൾക്കൊരു പ്രണയമുണ്ട്, ഒരു നിസ്സഹായ അവസ്ഥയിലുള്ള ഒരു എക്സിക്യൂട്ടീവ് ജോലിയിലുള്ള ഒരു കഥാപാത്രമുണ്ട്, കരിയറിൽ വലിയ ഉയർച്ചയൊന്നും ഉണ്ടാവാത്ത ഒരു പോലീസുകാരനുണ്ട്, ഒരു സൈക്കോ ഉണ്ട്. അങ്ങനെ ഇതിലെ ചില കഥാപാത്രങ്ങളോടൊക്കെ നമുക്കൊരു ഇഷ്ടം തോന്നുന്നത് കൊണ്ട് പടം ഇങ്ങനെ മുഷിപ്പിക്കാതെ നമ്മൾ മുമ്പോട്ട് കണ്ടുപോകുന്നു എന്ന് മാത്രം. ക്ലൈമാക്സിൽ ക്യാരക്ടേഴ്സിന്റെ എല്ലാം അവസ്ഥ ഇങ്ങനെ കാണിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പടം ടെക്നിക്കലിയും മികച്ചതാണ്. ഒരു അന്യ കാസ്റ്റിംഗ് ആണ് ഈ പടത്തിന്റെ വലിയൊരു പോസിറ്റീവ്. എല്ലാവരും പ്രഗത്ഭരാണ്. മാർവലിലുള്ള ആൾക്കാരാണ് മിക്കതും. ഇതിൽ നല്ലവനായ കള്ളനായിട്ട് വരുന്നത് നമ്മുടെ ക്രിസ് ഹെംസ്വർത്ത് ആണ്. മൈക്ക് എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. എന്തോ ആ ക്യാരക്ടറിനോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നും. പുള്ളിക്കാരനൊരു പ്രണയമുണ്ട്, മായ എന്നൊരു കഥാപാത്രം. അതായിട്ട് വരുന്നത് മോണിക്ക ബാർബറോ ആണ്. ഇതിൽ ആകെ ഒരു നിഷ്കളങ്ക കഥാപാത്രം എന്ന് പറയാവുന്നത് പുള്ളിക്കാരുടേതാണ്. അടുത്ത മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഡിറ്റക്റ്റീവ് ലൂ ആണ്. മാർക്ക് റഫലോ ആണ് ആ ക്യാരക്ടറിൽ വരുന്നത്. ഈ സിനിമയിലെ ദ ബെസ്റ്റ് ക്യാരക്ടർ പുള്ളിയുടേതാണെന്ന് ഞാൻ പറയും. കഴിഞ്ഞ വർഷം ഇറങ്ങിയ ടാസ്ക് എന്ന് പറഞ്ഞ ഒരു സീരീസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അതിലെ ക്യാരക്ടറിന്റെ ഒരു ഛായയുള്ള കഥാപാത്രമാണ് ഇതിൽ. പക്ഷെ അതുപോലെയല്ല, അത് ഭയങ്കര കിടുവായിരുന്നു. ഇത് അതിൽ നിന്നും ഡിഫറെന്റ് ആണ്. ഇതിലും മാർക്ക് റഫലോ ആസ് യൂഷ്വൽ കിടുവായിട്ട് തന്നെ റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹാലി ബെറി ഉണ്ട്. ഷാരോൺ എന്ന ഒരു ഇൻഷുറൻസ് ബ്രോക്കറായിട്ടാണ് വരുന്നത്. ഞാൻ അവരുടെ കഥാപാത്രത്തിൽ നിന്നും കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു, പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. സ്റ്റിൽ നൈസ് ആയിരുന്നു. പിന്നെ ഒരു ഇജാതി സൈക്കോ ബൈക്ക് വില്ലനായിട്ട് സ്ഥിരം സൈക്കോ റോളുകളിൽ വരുന്ന ബെറി കിയോഗൻ ഉണ്ട്. ഇത്തരം റോളുകളിൽ ആ ചെക്കനെ കണ്ട് ഇപ്പോൾ അവനെ കാണുമ്പോഴേ നെഗറ്റീവ് അടിക്കും. എന്തോ ഒരു ദുരന്തം അവൻ കൊണ്ടുവരുന്നുണ്ട് എന്ന് തോന്നും. വിഷ്വൽസ് ഭയങ്കര രസമാണ്. തുടക്കത്തിൽ തന്നെ രാത്രിയിൽ ഈ തിരക്കുള്ള സിറ്റിയുടെ ഒരു ഷോട്ടൊക്കെ കാണിച്ചേക്കുന്ന ഭയങ്കര രസമായിരുന്നു. സോ ക്യാമറ, പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, എഡിറ്റിംഗും കിടുവാണ്. ടെക്നിക്കലി പടം നൈസ് ആണെന്ന് പറയാം. വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു കഥ പറച്ചിലാണ് ഇതിന്റെ ഒരു മെയിൻ നെഗറ്റീവ്. തുടക്കത്തിലുണ്ടായിരുന്ന ഒരു ടെൻഷൻ ബിൽഡിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റം, എന്തോ വലുത് വരാനുണ്ട് എന്നുള്ളൊരു ഫീൽ, പിന്നീട് അങ്ങോട്ട് അത്രയ്ക്ക് അത് നിലനിർത്താനായിട്ട് പടത്തിന് പറ്റിയില്ല. കുറച്ച് കൺവീനിയന്റ് ആയിട്ടുള്ള എഴുത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ നോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റോറി, ത്രില്ലിംഗ് ആയിട്ടുള്ള എലമെന്റ്സ് ഒന്നും അധികം ഇല്ലാത്ത ഒരു ഡ്രാമയാണ്. പിന്നെ പടത്തിന് അത്യാവശ്യം നല്ല നീളമുണ്ട്. കുറച്ചുകൂടി ഇതിന്റെ ലെങ്ത് ഒക്കെ കുറയ്ക്കാമായിരുന്നു എന്ന് തോന്നി. സോ മൊത്തത്തിൽ വലിയ ത്രില്ലൊന്നും നൽകാതെ പോയ ഒരു ഹൈസ്റ്റ് ത്രില്ലറാണ് ക്രൈം 101. സോ ഇതൊരു ത്രില്ലർ എന്ന് പറയാൻ പറ്റില്ല, ക്രൈം ഡ്രാമയാണ്. പക്ഷെ അത്ര മോശമൊന്നുമല്ല. ചുമ്മാ കണ്ടിരിക്കാവുന്ന ഒരു ഡീസന്റ് ആവറേജ് ക്രൈം ഡ്രാമ എന്ന് പറയാം. വലിയ സംഭവമായിട്ടൊന്നും പ്രതീക്ഷിച്ച് പോയി കാണരുത്. പടം നിങ്ങൾക്ക് ഇപ്പോൾ തിയേറ്ററുകളിൽ കാണാം. 2 മണിക്കൂർ 18 മിനിറ്റ് എങ്ങാണ്ടാണ് ഇതിന്റെ റൺ ടൈം. 18+ ഒന്നുമല്ല. ഇതിന്റെ ഒരു ബേസിക് നേച്ചർ ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ 16+ ആണെന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.